വർക്കലയിലെ ട്രെയിൻ അപകടവുമായി ബന്ധപ്പെട്ടാണ്. ട്രെയിനിൽ അതിക്രമത്തിനിരയായ പെൺകുട്ടിയുടെ ചികിത്സ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് നിലവിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത്. എന്തായാലും ശ്രീനന്ദ, ഈ പരിക്കേറ്റ ശ്രീകുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും രോഹിണി, ആരോഗ്യനിലയിൽ യാതൊരുവിധ പുരോഗതിയും ഇതുവരെയും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം രാത്രി ഡോക്ടർമാരെല്ലാം തന്നെ ഈ ശ്രീകുട്ടിയെ പരിശോധിക്കുകയും എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കേണ്ടത്. പക്ഷേ യാതൊരുവിധ മാറ്റവുമില്ല. വെന്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടി മാത്രമാണ് ഇപ്പോഴും ജീവൻ നിലനിർന്നു പോകുന്നത് എന്നൊരു കാര്യമാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ ഒരു മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിൽ പറയുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് എന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ള ചികിത്സകൾ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ചികിത്സ തന്നെ തുടർന്നുകൊണ്ടിരിക്കും എന്നൊരു കാര്യം കൂടി കഴിഞ്ഞ ദിവസം മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന് പറഞ്ഞിരുന്നു. ആ കാര്യങ്ങളെല്ലാം തന്നെ കുടുംബാംഗങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിക്കുമെന്ന് കൂടി ഡോക്ടർ ഇന്നലെ സൂപ്രണ്ടന്റ് പറഞ്ഞിരുന്നു. പക്ഷേ പരസ്യമായി പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. എന്നാൽ ഇന്നും നമുക്ക് മനസ്സിലാകുന്നത് ആ ഒരു കുട്ടിയുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. വെന്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടി മാത്രമാണ് ഇപ്പോഴും ജീവൻ നിലനിന്ന് പോകുന്നത്. എന്തായാലും ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ചികിത്സ എന്താണോ അത് തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ കുട്ടിയെ ആക്രമിച്ച പ്രതി സുരേഷ് കുമാർ എന്ന് പറയുന്ന ആളെ ഈ മാസം 17 വരെ റിമാൻഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. എന്തായാലും ഈ ഒരു പ്രശ്ന പരിഹാരം ഈ ഒരു കുട്ടിക്ക് ജീവൻ രക്ഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നൊരു വിവരമാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ശരി, ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്.